മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചെയ്യുന്നത് ബഫല്ലോ ഗ്രാസ് എങ്ങനെ വളരെ എളുപ്പം പ്ലാൻ ചെയ്തെടുക്കാമെന്നുള്ളതാണ്. ചെടികൾ ഏതു തന്നെയായാലും വളർന്നു വരാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ് ചുവന്ന മണ്ണാണ്. ആ ചുവന്ന മണ്ണ് ഉപയോഗിച്ച് നിലം ഒരുക്കിയെടുക്കുന്നതാണ് നിങ്ങളിവിടെ കാണുന്നത്. ബഫല്ലോ ഗ്രാസ് ഷീറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത് അത് സ്പ്ലിറ്റ് ചെയ്ത് ആണ് ഇത് പ്ലാൻ ചെയ്യുന്നത്. ഒരു ചെറിയ സ്ക്വയർ ഫീറ്റ് ഷീറ്റ് കൊണ്ട് നമുക്ക് വളരെയധികം ഏരിയ പ്ലാൻ ചെയ്യാൻ പറ്റും. ബഫല്ലോ ഗ്രാസ് വളരെ എളുപ്പം നട്ടുപിടിപ്പിക്കാൻ കഴിയും. അതിന് പ്രത്യേക ജോലിക്കാരുടെ ആവശ്യമൊന്നുമില്ല. വീട്ടിലുള്ളവർക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ബഫല്ലോ ഗ്രാസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് പ്രത്യേക മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല. ഈ നടുന്ന ബഫല്ലോ ഗ്രാസ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ഈ ഏരിയ മുഴുവൻ വളർന്ന് കവർ ചെയ്ത് ഫില്ലായി വരികയും ചെയ്യും. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ നട്ടു വളർത്തിയ ബഫല്ലോ ഗ്രാസിൻ്റെ മറ്റൊരു ഏരിയയാണ് നിങ്ങൾ കാണുന്നത്. ഇതുപോലെയാണ് ബഫല്ലോ ഗ്രാസ് ഫില്ലായി വരുന്നത്.
മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.